ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൾഫുകാർ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ഒരു ചടങ്ങാണ് ഈ ഒരു പെട്ടി പൊട്ടിക്കലെന്ന് പറയുന്നത്. എല്ലാവരും കൂടിയിട്ട് ഈ ഒരു പെട്ടി പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. അവർ അത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് വരുമ്പോൾ നാട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് അവർ കൊണ്ടുവന്നിട്ട് തരുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷമാണല്ലേ. നമുക്കായിട്ട് ഒരു മിഠായിയുടെ പൊട്ടെങ്കിലും മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതിന് നമുക്ക് അതൊന്നും വേണ്ടിയിട്ടാവില്ല, എന്നാലും നമുക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും വേണമെന്നില്ല, പക്ഷേ ഒരു ചെറിയ മിഠായിയുടെ പൊട്ടെങ്കിൽ ഇത് നിനക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊരുപാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കിത് പെട്ടി പൊട്ടിച്ചിട്ട് ആദ്യം തന്നിട്ടുള്ളത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വെൽവെറ്റിൻ്റെ ചെരുപ്പാണ്, നല്ല സുഖമാണ് ഇട്ടിട്ട് നടക്കാൻ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കതൊരു ബ്ലാക്ക് കളർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നൈറ്റികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പെട്ടി പൊട്ടിക്കലൊക്കെ ഇക്കാകെ വന്ന് കയറി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അപ്പം തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം കുറച്ച് പേർക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് വേഗം എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ അവസ്ഥ ഒക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇക്കാകെ വന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തന്നെ എനിക്കിങ്ങനെ നല്ല രീതിക്ക് പെയിന് കൂടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരു പെട്ടി പൊട്ടിക്കലൊക്കെ അവിടെ കിടന്നു. വരുമ്പോൾ തന്നെ ഞാൻ വേദനയോടെ ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യം കാരണം ആ ഒരു സമയത്ത് പെട്ടി പൊട്ടിക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡോക്ടർക്ക് ഒരു സ്പ്രേ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം പിറ്റേന്ന് പൊട്ടിച്ചിട്ട് അവർ കൊണ്ടുവരുമ്പോഴത്തേനും അവർക്ക് വേറെ ചില പരിപാടികളുണ്ട്, അപ്പോൾ വീട്ടിലുണ്ടാവില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു സാഹചര്യം. അപ്പോൾ ഈ ഒരു പെട്ടി പൊട്ടിച്ചിട്ട് അവർക്കുള്ള സാധനങ്ങളും എടുത്തു കൊടുത്തു. പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്കുള്ളതും ഞങ്ങൾക്കുള്ളതും ഒക്കെയാണ് കേട്ടോ ഈ ഒരു പെട്ടിയിലുള്ളത്. അപ്പോൾ കടയുടെ ഓണറുടെ വീട്ടിലേക്കുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഏട്ടൻ്റെ മോൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കുള്ള അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കുറച്ച് മിഠായികൾ, പിന്നെ വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ, കുറച്ച് നെസ്റ്റ് മോൾട്ട് ഉണ്ട്. പിന്നെ നെസ്റ്റ് മോൾട്ട് പറഞ്ഞാൽ നമ്മൾ ഹോർലിക്സിന് പകരം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം. പിന്നെ ഓട്സ്, പിന്നെ പാൽപ്പൊടി, പിന്നെ ഫെയറി, അങ്ങനത്തെ സംഭവങ്ങൾ, കണ്ടീഷണർ, ക്രീം, സ്പ്രേ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിഠായികളോട്ടാ, നോർമൽ മിഠായികൾ തന്നെയാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പോണ്ടി സ്നിക്കേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ട് അത് വളരെ കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവർ ഈ മിഠായി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഈ മിഠായിയുടെ മീതെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ അത്ര അതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. മിഠായികൾ തന്നെയാണ് കുറച്ച് ഇതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് സോപ്പും സ്പ്രേ അങ്ങനത്തെ അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അധികം ആയിട്ടില്ലല്ലോ, പോയിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് 3 വട്ടമായിട്ടപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. പിന്നെ നമുക്ക് ഡെലിവറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് കുരുമുളകിന് നാട്ടിൽ നല്ല വിലയല്ല. അപ്പോൾ അവിടെ റേറ്റ് കുറവിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കാക്ക അങ്ങനെ എടുത്തു വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുരുമുളകും ഏലക്കായും അങ്ങനത്തൊക്കെ ചില സമയത്തൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം ഏലക്കായൊന്നും കൊണ്ടുവന്നിട്ടില്ല, കുരുമുളക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒലീവ് ഓയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ. ഒലീവ് ഓയിൽ കുറച്ച് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ബോട്ടിലാണ് പറഞ്ഞിട്ട് നമ്മുടെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ആൽമണ്ട് ഓയിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള സ്പ്രേകൾ. അപ്പോൾ നോർമൽ സ്പ്രേ ആണ് കേട്ടോ. ഇതിലെ റൊമാൻസ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഒരു റൊമാൻസ്, ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. പിന്നെ 1-2 ആൾക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് ഞാൻ അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരുവിധം പെട്ടി പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ഇങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലേക്കുള്ളത് മാറ്റി വയ്ക്കുക, പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് മാറ്റി വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും പുറത്തെടുത്തു. അപ്പോൾ ഇനി പകുതി ആശ്വാസമായി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കൊണ്ടുവന്നതാണ് ദേ ഈ ഒരു സംഭവം കേട്ടോ. ഇത് നമ്മൾ പുകയ്ക്കാനൊക്കെ ഉപയോഗിക്കില്ലേ, ഊത് പുകയ്ക്കൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ യൂസ് ചെയ്യണമെന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ 2 പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് അങ്ങനെ പോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ, ഒന്ന് ഷോ പീസായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നും നമ്മളടുത്ത് ഇങ്ങനെ പെട്ടിയിലിട്ടുണ്ട്. അപ്പോൾ ഇനി മിഠായികളൊക്കെ വേർതിരിച്ച് വെക്കണം. പിന്നെ കാക്ടസ് ഇല്ലേ, അത് 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും, പിന്നെ ഒന്ന് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ മോളുടെ കുട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയ ബേബിയുടെ അതേ ഏകദേശം സെയിം ആയിട്ട് അവളെക്കാളും ഒരു 40 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ അവിടെ ഒരാളുണ്ട്. അപ്പോൾ ആൾക്കും എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാക്ടസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടും അവരുടെ ബേബിക്ക് വേണ്ടിയിട്ടും കാക്ടസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാനതേ മിഠായികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആൾ ഇതുപോലെ വന്നിരിക്കരുത്, ആ ഒരു കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നേരമല്ലേ ഇരിക്കണുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. കാക്കയുടെ കൂടെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഷാലു എന്തോ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷാലുവിനെ നോക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഷാലുവാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറിൽ എന്തോ ഒരു വ്യത്യാസം വന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ മിഠായികളും ഓരോന്നും കവറിലാക്കി വെച്ചു. ഇനി നമുക്കിങ്ങനെ ഓരോരുത്തർക്കൊക്കെ നമ്മൾ വന്നൊരു സന്തോഷത്തിൽ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഇച്ചുപ്പ് ഈ അൺബോക്സ് ചെയ്യണത് ഒരു റീചാർജബിൾ ജ്യൂസറാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്